ഇന്നത്തെ മാതൃഭൂമി വിദ്യയിൽ കൊടുത്തിട്ടില്ല നിങ്ങൾക്കറിയാമോ എന്നൊരു സെക്ഷനാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് ഇവിടെ ഇടുന്നത്. എല്ലാവരും ഒന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് തുടങ്ങാം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച നേതാവ് MN റോയി ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന്, സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച നേതാവ് MN റോയി. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണിത്, ശ്രദ്ധിച്ചു വയ്ക്കുക. MN റോയി ആണ് ആദ്യമായിട്ട് ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത്. രണ്ടാമത്തത്, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളുടെ എണ്ണം 22. അപ്പോൾ അവിടെ 2 ചോദ്യം കിട്ടി. ഏത് ഷെഡ്യൂളിലാണ് ഭാഷകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്? 8ാം ഷെഡ്യൂളിലാണ്. 8ാം ഷെഡ്യൂളിൽ ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ഭാഷകൾ പറഞ്ഞിട്ടുണ്ട്? 22 ഭാഷകളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളം ഉൾപ്പെടെയുള്ള 22 ഭാഷകൾ. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയിലെ മനോഹരമായ ചിത്രീകരണം നടത്തിയിരിക്കുന്നത് ചിത്രകാരനായ നന്ദലാൽ ബോസും സംഘവുമാണ്. അപ്പോൾ ആരാണ് ഭരണഘടനയുടെ ആ കയ്യെഴുത്ത് പ്രതിയിലെ ചിത്രീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്? നന്ദലാൽ ബോസും സംഘവുമാണ്. അപ്പോൾ ചോദ്യം വരികയാണെങ്കിൽ നന്ദലാൽ ബോസ് എന്നാണ് ചോദ്യം വരിക. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഇംഗ്ലീഷ് കയ്യെഴുത്തു പ്രതി ഒഴുക്കുള്ള ഇറ്റാലിക് ശൈലിയിൽ എഴുതിയിരിക്കുന്നത് പ്രശസ്ത കാലിഗ്രഫറായ പ്രേം ബിഹാരി നരേൻ റെയ്സാദയാണ്. ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഈ ഒരു 2 മാസത്തിൻ്റെ ഇടയിൽ നടന്ന ഒരു പരീക്ഷ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക. ഭരണഘടനയുടെ ഇംഗ്ലീഷ് കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരേൻ റെയ്സാദയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുമ്പോൾ മൊത്തം 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് മലയാളികൾ. ആ 3 പേർ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയ 3 മലയാളി വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. മൊത്തം 15 വനിതകളായിരുന്നു. അതിൽ 3 മലയാളികൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഇപ്പോഴൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു പേര് കൂടി തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കുക. അമ്മു സ്വാമിനാഥനും ആനി മസ്കറിനും ദാക്ഷായണി വേലായുധനുമാണ് ആ 3 മലയാളി വനിതകൾ. മൊത്തം 15 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ഒരു 2, 3, 4 ചോദ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് വയ്ക്കുക. ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൂടുതൽ ചോദ്യങ്ങളായിട്ട് വീണ്ടും ഒരു ക്ലാസ്സിൽ വരാം. താങ്ക് യു.